ഏത് കാര്യത്തിലും മനസ്സാണല്ലോ പ്രധാനം. മനസ്സ് ദുർബലമാണെങ്കിൽ ഓട്ടക്കാരൻ ഓടി ഒന്നാം സ്ഥാനം കിട്ടും ഇല്ല. അപ്പോൾ ഏത് കാര്യത്തിലും മനസ്സാണ് പ്രധാനം. അപ്പം മനസ്സ് നമുക്ക് നേരെയാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയൊരു സംവിധാനമാണ് ഈ രാമായണ മാസം എന്ന് പറഞ്ഞ് ഒരു മാസക്കാലം രാമായണം വായിക്കാനുള്ള. കമ്മ്യൂണിസ്റ്റുകാരൻ പുരാണങ്ങൾ ഇത്രയും പഠിച്ച് സംസാരിക്കുന്നത് അപൂർവമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളൊരു കുടുംബത്തിൽ അംഗങ്ങൾ നമ്മൾ സംസാരിക്കുക വരുന്നില്ലേ? ശബ്ദത്തിന് കുഴപ്പമുണ്ടാകുന്നില്ല. ഇന്ന് രാമായണ മാസം എന്ന് പറഞ്ഞാൽ രാമൻ്റെ ജന്മമാസമല്ലേ? ഒരുപാട് തർക്കമുണ്ട്. ഇത് ഈ മാസത്തിലല്ല രാമൻ ജനിച്ചത്. നമ്മൾ രാമായണ മാസമായി എടുക്കേണ്ടതാണ്. നമ്മുടെ സൗകര്യം വിട്ടുകൊടുക്കുക. എന്താ സൗകര്യം? നമ്മുടെ പഴയ കാലത്ത് ഇവിടെ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മിക്കവാറും വീടുകൾ കൃഷിയുണ്ട്, കൃഷി നടത്താൻ സംവിധാനങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഒരു 11 മാസമാകുമ്പോൾ മിക്കവാറും തീരും. അപ്പം തീരുമ്പം പിന്നെ മുറമുറ പട്ടിണിയായിരിക്കും. നമ്മളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഉണ്ടാവില്ല. അതുവരെ ചിലപ്പോൾ ബന്ധുക്കൾ വല്ലതും വന്നെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിക്കവാറും വറുതിയും കഷ്ടപ്പാടുമായിരിക്കും ഈ കർക്കിടക മാസത്തിൽ. ഒന്ന് കാലാവസ്ഥ വളരെ മോശമായിരിക്കും കർക്കിടക മാസത്തിൽ. കാറും കോളും വന്ന് ഇടയ്ക്കിടെ മഴ പെയ്ത് ഇടിയും മഴയും പെയ്ത് നമ്മളെ വരയ്ക്കുന്ന ഒരു കാലം. ആ കാലത്ത് പഴയ ആളുകൾ അവരാലോചിച്ചു ഇതിന് താൽക്കാലികമായൊരു ആശ്വാസം വേണമല്ലോ. ആ ആശ്വാസം നമ്മുടെ മനസ്സിനകത്തുണ്ട്. കാര്യത്തിലും മനസ്സാണല്ലോ പ്രധാനം. മനസ്സ് ദുർബലമാണെങ്കിൽ ഓട്ടക്കാരൻ ഓടി ഒന്നാം സ്ഥാനം കിട്ടും ഇല്ല. അപ്പോൾ ഏത് കാര്യത്തിലും മനസ്സാണ് പ്രധാനം. അപ്പം മനസ്സ് നമുക്ക് നേരെയാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയൊരു സംവിധാനമാണ് ഈ രാമായണ മാസം എന്ന് പറഞ്ഞ് ഒരു മാസക്കാലം രാമായണം വായിക്കാനുള്ള തീരുമാനം. ആ തീരുമാനം വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് കാലമായി വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, വീടുകളെന്ന് പറഞ്ഞാൽ രാമായണം എന്ന ഈ കാവ്യം ഹിന്ദുക്കളുമായി ബന്ധപ്പെടുന്നതാണ്. പക്ഷെ മുസ്ലിം വീടുകളും രാമായണം വായിക്കുന്നു. അതിന് മാപ്പിള രാമായണം എന്ന് പറയുന്നു. അല്ലെങ്കിലും പഴയകാലത്ത് മലബാറിൽ ഈ മിക്കവാറും നമ്മുടെ രാജ്യം അറിയുന്ന നല്ല കൃതികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അറബ് ഭാഷയിൽ ആ കൃതികളെ പരിചയപ്പെടുത്തുകയുമാണ്. അപ്പോൾ നമ്മൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാമായണം പാരായണം ചെയ്യുന്നൊരു സമയമാണിത്. നമ്മുടെ പഴയ കാലത്തെ കവികൾ മുഴുവൻ പറഞ്ഞത് ഈ രാമായണ പാരായണം എന്ന് പറയുന്നൊരു ആസ്വാദന പരിധിയുണ്ട്. രാമായണം ഇപ്പം ഞാൻ രാമായണം വായിച്ചാൽ അതിൻ്റെ ആസ്വാദനം എന്താണെന്ന് കേട്ടുകൊടുക്കൽ അറിയും. എന്നാൽ നല്ല ശബ്ദമുള്ള ആളുകൾ രാമായണം വായിച്ചാൽ, ഈണത്തിൽ വായിച്ചാൽ നമ്മൾ കേട്ടൊക്കെ അതിരിക്കുന്ന നമുക്ക് സ്വാഭാവികമായും സംഗീതത്തോടൊരു പ്രേമം, പിന്നെ അതിൻ്റെ വിഷയത്തോട് നമുക്കുള്ളൊരു താല്പര്യം എല്ലാം കൂടി ചേർക്കാം. അപ്പോൾ രാമായണം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും 1-ാം തീയതി ഇന്ന് കർക്കിടക 1, ഈ പഞ്ഞ കർക്കിടക മാസം, ദുർഘടം പിടിച്ച മാസം, ഈ മാസം എന്താ രാമായണത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം? നമ്മുടെ രാജ്യത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കാവ്യങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഈ 2 കാവ്യങ്ങൾ രാമായണത്തിന് എന്താ പ്രത്യേകത ഉണ്ടായത്? 2 കാവ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. രാമായണത്തിനുള്ള പ്രത്യേകത എന്താ ചോദിച്ചാൽ, രാമായണം മനുഷ്യ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടൊരു കാവ്യമാണ്. മാത്രമല്ല നീതിയുടെയും നന്മയുടെയും കാവ്യമാണ്. മഹാഭാരതം ചതിയുടെയും യുദ്ധത്തിൻ്റെയും എല്ലാം കഥ മാത്രമാണ് മഹാഭാരതം. കാരണം ഇത് തുടക്കം അങ്ങനെയാണല്ലോ. ഈ രാമായണത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഈ രാമായണം എന്ന കാവ്യം എഴുതിയ ആളെന്ന് പറയുന്ന വാൽമീകി എന്ന് പറയുന്ന ആളാണ്. അറിയാതെ നിങ്ങൾക്ക് വാൽമീകി ആരാണെന്ന് നമ്മൾ കേട്ടതല്ലേ? വാൽമീകി ഒരു തനി കവർച്ചക്കാരൻ. അദ്ദേഹത്തിന് ആരെയും കവർച്ച ചെയ്യും. കാട്ടിലോട്ട് പോയ ആളുകളാണ് അദ്ദേഹം ഉള്ളത് മുഴുവൻ അവിടെ വാങ്ങി വെച്ച ഇയാൾ പോയി. ആയുധം കാണിച്ചിലാവാം, എങ്ങനെയും അയാൾ ചെയ്യാവുന്ന ഒരു വീരനാണ്. അപ്പം ഇത് അന്ന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ കേന്ദ്രമുണ്ടല്ലോ. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ദേവലോകം. അവിടുന്ന് വന്നു ഒരു സപ്തർഷികൾ, മഹർഷിമാർ വന്നു. അവരിങ്ങനെ കാട്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവൻ കടലിൽ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നു പോട് എന്ന് പറയുമ്പം ഇവർക്ക് ഏതാണ്ട് മുൻകൂട്ടി സൂചനയുണ്ടല്ലോ. അതുകൊണ്ട് എന്താ അല്ല ഇവിടെ വെച്ചിട്ട് പോട്, നിങ്ങൾ എല്ലാ എന്തിനാ അത് എനിക്ക് തന്നോളണം, അല്ലെങ്കിൽ ഞാൻ ബലമായി നിങ്ങൾ എടുക്കേണ്ടി വരും. വേണ്ട, ബലപ്രയോഗം വേണ്ട, നമ്മൾ തന്നേക്കാം. പക്ഷെ നീ ചെയ്യുന്നത് ഒരു മോശം കാര്യമാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ പാപമാണ്. അവൻ ആദ്യമായി പാപം എന്ന് പറയുന്ന വാക്ക് കേൾക്കുക. പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന് ശിക്ഷയുണ്ട്. എവിടെ ശിക്ഷ? നരകത്തിലാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ പറയാറില്ലേ, മുടിനാരി ഈടായി കയറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിനെ നടക്കുന്ന ഇവിടെ നരകത്തിൽ ചെന്നാൽ
അടിയിലോ എണ്ണ ഇങ്ങനെ തിളച്ച് പോകുന്ന എണ്ണയായിരിക്കും, ഒരു കട്ടപ്പാടായിരിക്കും. നമുക്ക് ഭയം തോന്നില്ലേ? നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയുമ്പോൾ ഇവൻ ആദ്യമായി കേൾക്കുകയാണ് ഈ രത്നാകരൻ അവിടെ കടുത്ത ശിക്ഷയുണ്ട്. എവിടെ? നരകത്തിൽ. നരകോ? ആ, അപ്പൊ നീ മരിച്ചു കഴിഞ്ഞാൽ നരകത്ത് കൊണ്ടുപോയി ശിക്ഷയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടെ, നീ ഈ കൊണ്ടുപോകുന്നത് ആർക്ക് വേണ്ടിയാ? എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ. കുടുംബത്തിന് വേണ്ടിയാണോ മോഷ്ടിക്കുന്നത്? അതെ. അപ്പൊ നീ ചെയ്യുന്ന തെറ്റ് അവരെല്ലാം അതിന്റെ കുറ്റം എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുക. പേടിയല്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഇവരോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ എല്ലാം കൊണ്ടുപോയിപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാം, ഞങ്ങളിവിടെ തന്നെ ഇരിക്കാം. നീ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് വാ. ഇവൻ വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഉള്ളത് ഇവരെല്ലാം കൂടെ കൊണ്ടുതരില്ലേ, ഇന്നിങ്ങനെയാ ഒരു മഹത്യമാരെ കൂട്ടിപ്പോൾ വന്നിരിക്കുക. അവർ പറയുന്നത് ഇത് നിങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കില്ലേ, ഇതിൻ്റെ കുറ്റം എല്ലാവരും പങ്കുവെക്കണം. ഞാനല്ലേ ഇവിടെയല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാം. അപ്പോൾ ഉടൻ തന്നെ വീട്ടിലുള്ളവർ പറഞ്ഞ്, അതിനെ നിങ്ങൾ ഗൃഹനാഥനാണ് നമുക്ക് കൊണ്ടുതരുന്നത്, നിങ്ങൾ എങ്ങനെ കൊണ്ടുതരുന്നത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉത്തരവാദിത്തത കുടുംബത്തെ പകർത്തുക. നമ്മളിപ്പോൾ അങ്ങനെയല്ലേ, കുടുംബത്തെ പകർത്തുക, കുടുംബം പോലെ അറിയും. അതുകൊണ്ട് അത് നിങ്ങളിനെ അനുഭവിച്ചോളൂ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് നൊന്തു. അദ്ദേഹം തിരിച്ചെത്തിയത്തോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അവരെല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഈ പാപത്തിന് പ്രായശ്ചിത്തം വേണ്ടേ? നീ ചെയ്യുന്ന തെറ്റിന് പ്രായശ്ചിത്തം വേണ്ടേ? ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ ഇരിക്കുക, ഇവിടെ തന്നെ ഇരിക്കുക, രാമനെ ധ്യാനിച്ചിരിക്കുക. അങ്ങനെ രാമനെ ധ്യാനിച്ച് ഇയാൾ ഒറ്റ ഇരിക്കുക. ആ ഇരിപ്പിൽ എത്തിയേക്കുന്നത് ഇവരെന്ത് ചെയ്ത്, ഇവർ ലോകം മുഴുവൻ ചുറ്റാൻ പോയി. ആ ചുറ്റലിനെ കുറിച്ച് പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് 6000 വർഷം വേണ്ടി വന്നു ഒന്ന് ഭൂമി ചുറ്റി വരാൻ. അന്ന് സൈക്കിളുണ്ടോ? ഇല്ല. കാറ് കാണാനുണ്ടോ? ഇല്ല. വിമാനം എന്ന് പറയുന്നത് പുഷ്പവിമാനം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ മാർഗം? ഒരു മാർഗമില്ല. അപ്പൊ നടപ്പ് തന്നെ ഇവരിങ്ങനെ സബ്സെപ്ഷനില്ലേ നടന്നു. അവർ നടന്ന് തിരിച്ചു വരാൻ 6000 വർഷം എടുക്കുന്നവർ. പിന്നെ അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ പറയുന്നവരെ നമ്മൾ നേരത്തെ 60 വയസ്സിൽ ആളുകൾ പോവും, പിന്നെ 70 പോവും. ഇപ്പം 80 വയസ്സ് 76 വയസ്സ് ഉറപ്പാണ് പറയുന്നത്. 76 വയസ്സ് വരെ കിട്ടും. അത് ഇനിയിപ്പം മാറാൻ വേണ്ടി പോകാം. 86 ഇപ്പോൾ കേൾക്കുന്നുണ്ട് നമ്മളെ ആയുർദൈർഘ്യം. അപ്പം ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, 55-56 വയസ്സ് എത്തിയിരുന്ന ആളുകൾ, കൊച്ചു പയ്യന്മാർ, വളരെ ചെറുപ്പക്കാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യം നമുക്ക് നിലനിർത്താനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മനുഷ്യൻ അത് കുറച്ചുകൂടി പഠിച്ചു. അപ്പം അന്ന് പിന്നെ ആ ഏർപ്പാടില്ല. അന്നതൊക്കെ ദേവലോകത്താണെങ്കിൽ പിന്നെ മരണമില്ല, ദേവന്മാർക്കുണ്ട് മരണം. അപ്പം അങ്ങനെ ഒരു കാലത്താണ് നടക്കുന്നത്. അപ്പം ഇവർ പറഞ്ഞ്, പിന്നെ ഇവർ ചുറ്റാൻ പോലല്ലേ. അപ്പം ഇയാൾ ഇരുന്ന സ്ഥലത്ത് മൺപുറ്റുണ്ടായി. മണ്ണിൻ്റെ പുറ്റിങ്ങനെ ഉണ്ടായി, പുറ്റുകളുടെ ഉള്ളിലായില്ല. ആ മൺപുറ്റ് അവർക്കറിയാം ഇന്ന സ്ഥലത്തായി ഇരുത്തി നല്ല നിശ്ചയമുണ്ടല്ലോ. അവരെ തിരിച്ചു വന്ന് മൺപുറ്റ് പൊളിച്ചെടുത്തിട്ടാണ് ഈ പറഞ്ഞ രത്നാകരനെ മൺപുറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോഴേക്ക് അദ്ദേഹത്തിന് എല്ലും തെളിയും എല്ലാം വേണ്ടി ഉള്ളൂ. ബാക്കിയെല്ലാമായി ഇയാൾ സാധാരണ മനുഷ്യനായി. ആ മനുഷ്യനാണ് വാൽമീകി എന്ന് പറയുന്നത്. വാൽമീകത്തിനുള്ളെന്ന് പറഞ്ഞാൽ ആ വാൽമീകി എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. ആ വാൽമീകി ആദ്യത്തെ കാവ്യം രചിച്ചത് അദ്ദേഹമാണ്. നമ്മുടെ കാവ്യം അതും രസകരമായ കഥയാണ്. എന്ന് പറഞ്ഞാൽ വാൽമീകി അതിനുശേഷം ഇയാൾ പഴയ പെരുകളില്ലല്ലോ, അയാൾ പുണ്യപുരുഷനായില്ലേ, വാൽമീകിയായിട്ട്. ആ സമയത്ത് കുളിച്ചു വരുന്ന അവസരത്തിലാണ് ഒരു മരക്കൊമ്പിൽ 2 കൗഞ്ച പക്ഷികൾ, ഒരാൺപക്ഷിയും പെൺപക്ഷിയും, രണ്ടും കൂടി അഗാധമായി പ്രണയിക്കുക. പ്രണയത്തിന് പിന്നെ ചുറ്റും ആളുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രണയിക്കണം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെ പ്രണയിക്കാനും സ്വാതന്ത്ര്യമുള്ളൂ. നേരത്തെ ഒരാണും പെണ്ണും കൂടി റോഡിൽ അരിക്കുന്നു സംസാരിക്കുമ്പോൾ നമ്മൾ പതുക്കെ നോട്ടോടും. ഇപ്പം നോട്ടിടാൻ പറ്റുമോ? ഇല്ല. നോട്ടിട്ടോൻ അകത്താവും. ഇപ്പൊ കാലം മാറി. അപ്പൊ അന്നിങ്ങനെ ഇവരെ തമ്മിൽ ഇങ്ങനെ അഗാധമായി പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു വനവേടം വന്നതിനും വനവേടം വല്ല പ്രേമം നോക്കേണ്ട കാര്യമില്ല. അവൻ ലക്ഷ്യം വിട്ടങ്ങ് അമ്പ് ചെയ്തു. ആര്? ഇണക്കുരുവിയാണ് അമ്പുള്ളത്. അത് വീണ് പടിയുമ്പം കൂട്ടുകുരുവി ഉരുമി അതിന് ദുഃഖം രേഖപ്പെടുത്തുക. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സ് നൊന്ത്. പണ്ട് ആളുകൾ മുഴുവൻ കവർ ചെയ്ത് കൊന്ന് പണം കൈക്കലാക്കി ആ പഴയ ആളുണ്ടല്ല കവർച്ചക്കാരൻ, അവന്റെ മനസ്സ് മാറി. അവൻ പറഞ്ഞു, മാ നിഷാദ, അരുത് കാട്ടാള. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, ലോകത്തിന് മുമ്പിൽ കാവ്യ ലോകത്തെക്കുറിച്ചുള്ളൊരു പിടിപാട് കിട്ടിയൊരു കവിത ഈ മണ്ണിൽ പിറന്നു വീണ് അതാ മാ നിഷാദ. നമ്മുടെ ലോകത്തിലെ കാവ്യ ലോകത്ത് ആദ്യത്തെ കവിതയാണ്. ഈ കവിത ഉണ്ടായ കാലത്തെക്കുറിച്ചും ഒരുപാട് തർക്കമുണ്ട്, അത് നമുക്ക് പിടിയില്ല. എന്നാൽ കൃത്യമായിട്ട് പലരും പറയുന്നുണ്ട് അതുണ്ടായ ത്രേതായുഗത്തിലാണ്. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ത്രേതായുഗത്തിന് എത്ര ദൈർഘ്യമുണ്ട് ഒരു പിടിയില്ല. പല പുസ്തകത്തിനും പല മാതിരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി വേറെ നിരീക്ഷണം നടത്തി തീരുമാനിക്കാനില്ലല്ലോ. 1.25 ലക്ഷം വർഷം ഉണ്ടായിരുന്നു ത്രേതായുഗം എന്ന് പറയുന്നത്. ഹൃദയുഗം എത്ര വർഷം ഉണ്ടായിട്ട് കൃത്യമായി പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യന്റെ ജന്മം മുതലുള്ള ഈ കാലത്തേക്ക് 5 ലക്ഷം വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. അപ്പൊ നമ്മുടെ പിതാമഹന്മാരിലും കൂടി 5 ലക്ഷം വർഷം ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാവ്യമാണ് നമ്മുടെ മുമ്പിൽ. ഈ രാമായണം എന്ന് പറയുന്ന കാവ്യത്തിന്റെ മുഴുവനായ കാര്യം നമ്മളിപ്പോൾ പറയാൻ തുടങ്ങിയാൽ ഇന്നും തീരില്ല, നാളെയും തീരില്ല, മറ്റന്നാളും തീരില്ല. കാരണം 24,000 ശ്ലോകങ്ങൾ, 7 കാണ്ഡങ്ങൾ,
ഇതൊക്കെ കൂടി നമ്മൾ വിശദമായി പറയുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ 2 രാമായണങ്ങൾ പ്രധാനമായിട്ടുണ്ട്. നമ്മൾ ആധികാരികമായി വാൽമീകി രാമായണം, ഞാൻ പറഞ്ഞ വാൽമീകി. ഇവിടെയോ, ഇവിടെ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. നമ്മുടെ മലയാളത്തിലെ കവിത്രയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭക്ത കവിത്രയമാണ്. ആ കവിത്രയമാണ് പൂന്താനം, മേൽപ്പത്തൂർ, എഴുത്തച്ഛൻ. ഈ 3 പേരും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവർക്ക് ജ്ഞാനത്തിൻ്റെ എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരാണ് നമ്മുടെ നാട്ടിനെ ഒരു മാറ്റത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അല്പസ്വല്പം ഭക്തി അതിനകത്തുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന മേൽപ്പത്തൂർ അരക്ക് താഴെ തളർന്നുപോയ ആളാണ്. അരക്ക് താഴെ തളർന്നുപോയ ആൾ അദ്ദേഹത്തിൻ്റെ ഈ അരക്ക് താഴെയുള്ള ഈ അസുഖം പരിഹരിക്കാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ സാക്ഷാൽ ശ്രീകൃഷ്ണന് മുമ്പിൽ പോയി അദ്ദേഹം 100 ദിവസം പോയിരുന്നു. വെറുവിരിപ്പല്ല, ഇരിക്കുമ്പോൾ എഴുതി അദ്ദേഹം. അതാണ് നാരായണീയം എന്ന് പറയുന്ന മഹത്തായ കാവ്യം. നമ്മൾ പൂന്താനത്തെക്കുറിച്ച് നോക്കിക്കോ. പൂന്താനത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ജ്ഞാനപ്പാന. പൂന്താനം എന്ന് പറയുന്ന വലിയ മനസ്സ്, ആ പൂന്താനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആകെ ഒരു കുഞ്ഞ്, ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ്. 1 വയസ്സ് കുഞ്ഞിന് പ്രായം എന്ന് പറഞ്ഞ അമ്പലങ്ങളിൽ പോയി സകല ദീപങ്ങളെയും പോയി പ്രാർത്ഥിച്ച് അവസാനം ഉണ്ടായ ഒരു കുഞ്ഞാണ്, ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ്. 1 വയസ്സ് പ്രായമായപ്പം എല്ലാവരോടും പറഞ്ഞ് എൻ്റെ മോൻ 1 വയസ്സായി, എല്ലാവരും ഞാൻ ക്ഷണിക്കുക. അന്നത്തെ വെച്ച തറവാട്ടുകാരവർ, അവർ ക്ഷണിച്ച് എല്ലാ ആളുകളും വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ അന്ന് സന്തോഷത്തിന് ദിവസമല്ലേ. അവിടെ പാൽപ്പായസം, അവിടെ പ്രഥമൻ, അവിടെ 7 കൂട്ടം പായസം, അവിടെ നല്ല ഭക്ഷണം, ഇതിൻ്റെയൊക്കെ സുഗന്ധം മൂക്കിലൂടെ വരുന്നു. ആളുകൾ കഴിക്കാൻ കാത്തിരിക്കുന്നു. കുഞ്ഞിൻ്റെ 1ാം ജന്മദിനല്ലേ. അപ്പോൾ അദ്ദേഹം അതിഥികളൊക്കെ വന്ന് ആയപ്പം അദ്ദേഹം മകനെ എടുക്കാൻ പറഞ്ഞു. മകനെ കൊണ്ടുവന്ന് നോക്കുമ്പം മകന് ശ്വാസമില്ല, മകൻ എന്നേക്കുമായി വീഴുന്നു. നിങ്ങൾ നോക്കട്ടെ, മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞ് ആർക്ക് അളക്കാൻ കഴിയുക? അത്രമാത്രം വലിയ ദുഃഖമാണ് അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹം അതിന് അവസാനം പറയുന്നുണ്ട്, ഇത് ഉണ്ണിക്കണ്ണൻ എൻ്റെ മനസ്സിൽ ഹൃദയത്തിലുണ്ടല്ലോ, പിന്നെന്തിനാ മറ്റൊരു ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ആ കവിയുടെ മനസ്സ് അത്രമാത്രം നീറിയ മനസ്സായിരുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ ആദ്യ കവിത്വം ദൈവവുമായൊരു ബന്ധമുള്ള ആളുകളാന്ന് വെച്ചോ, ദൈവമായി. അതുകൊണ്ട് നമ്മൾ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും നമ്മുടെ മുമ്പിൽ വരും. വേറെ രാമായണമുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, ഒരുപാട് രാമായണങ്ങളുണ്ട്. 322 രാമായണമുണ്ട്. ലോകത്തിലെ എല്ലാ ഭാഗത്തും രാമായണമുണ്ട്. പക്ഷേ ഈ 2 രാമായണം തമ്മിൽ വലിയ വ്യത്യാസം നിങ്ങൾ ശ്രമിച്ചോ. ഏതൊരു രാമായണം? നമ്മുടെ വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. വാൽമീകി രാമായണം, ആ വാൽമീകി രാമായണത്തിനകത്ത് കൃത്യമായും വാൽമീകി പറയുമ്പം അതിൽ അവതാരങ്ങളുമായി ബന്ധമില്ല. അത് കൃത്യമായി ഒരു ദിവസം നാരദമുനിയും സാക്ഷാൽ വാൽമീകിയോട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ വാൽമീകി അങ്ങോട്ട് ചോദിക്കുക നാരദമുനിയോട്, ലോകത്ത് എല്ലാം തികഞ്ഞൊരു മനുഷ്യനുണ്ടോ? എല്ലാം തികഞ്ഞ, ഒരിക്കലും വേറെ ചോദ്യമില്ല, എല്ലാം തികഞ്ഞ എന്ന് പറഞ്ഞാൽ മാതൃകയാക്കാവുന്നത്, നന്മയുടെ വഴിയിൽ പോകുന്നത്, എല്ലാവർക്കും ആദരിക്കാൻ പറ്റിയത്, അദ്ദേഹത്തെ കണ്ട് എല്ലാം പഠിക്കണം ഒരു മനുഷ്യനുണ്ടോ? അപ്പോൾ അവരുണ്ടല്ലോ. ആരാ അത്? അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ മകൻ രാമൻ. അവിടെ നിന്നാണ് രാമായണം തുടങ്ങുന്നത്. ഇവിടെ ഇദ്ദേഹം അവതാരവുമായി ബന്ധപ്പെട്ട സത്യ. കാരണം ദശാവതാരത്തിൽ നിന്നാണ് രാമൻ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അപ്പോൾ 7ാമത്തെ അവതാരമായത്. ഈ അവതാരത്തിനൊരു സാങ്കത്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ അവതാരം പറയുമ്പോൾ പഠിക്കുന്നതല്ലേ. കാരണം എന്തിനു വേണ്ടി രാമൻ ഉണ്ടായത്? ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരാൾ നമ്മുടെ ഈ ലോകത്തുണ്ടായിരുന്നു. ദേവന്മാരുടെ ഇടയിൽ വന്നു. ആരാണ് പേര്? രാവണൻ. ഈ രാവണൻ എങ്ങനെയാണ് ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ശക്തി എങ്ങനെ ഉണ്ടായത്? രാവണൻ ബുദ്ധിമാനാണ്. രാവണൻ എന്തിനും തയ്യാറാണ്. രാവണന്റെ അച്ഛന് ആദ്യം ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനാണ് വൈശ്രവണൻ എന്ന് പറയുന്ന മകൻ. രാവണന്റെ അമ്മ കേകസി അമ്മ. അപ്പൊ രാവണന്റെ അച്ഛന് 2ാമത്തെ വഴിയിലാണ് ഈ 4 മക്കളുണ്ടാകുന്നത്. 4 മക്കൾ, ഒന്ന് കുംഭകർണൻ, ഒന്ന് രാവണൻ, ഒന്ന് ശൂർപ്പണഖ, വിഭീഷണൻ. അതിൽ വിഭീഷണാണ് ഏറ്റവും എല്ലാം തികഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വിഭീഷണൻ. അപ്പൊ ഇത്രയും മക്കളുണ്ട്. പക്ഷെ രാവണനാണ് ഏറ്റവും ബുദ്ധിമാൻ, 10 തലയുള്ള ബുദ്ധിമാൻ രാവണൻ. അപ്പൊ രാവണന് പല കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. ഏതോ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചത്, രാവണൻ പാതാളത്തിൽ പോയപ്പോൾ നമ്മുടെ മഹാബലി ചക്രവർത്തിയെ കണ്ട് സംസാരിച്ചത് കണ്ടു. ഓക്കെ, അത് സ്ഥിരീകരണം പറയുന്നതേ. അപ്പൊ രാവണൻ ഇങ്ങനെ ഒരു ദിവസം രാവണൻ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആകാശത്തൂടെ പുഷ്പക വിമാനം പോകും. അപ്പൊ ഈ മനസ്സിലൂടെ എൻ്റെ അച്ഛൻ്റെ അല്ലേ ഇത്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ലേ, ഇതെന്താ ഇവ ഇത് കൊണ്ടുപോകാൻ അധികാരം, എങ്കിൽ നമുക്ക് അവരൊക്കെ പഠിക്കണമല്ലോ എന്ന് തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പോയി തപസ്സിരിക്കുന്നത്. എന്തിന്? ദൈവത്തെ വിളിക്കാൻ തപസ്. അപ്പൊ ഇവൻ തപസ്സിരുന്നപ്പോൾ ദൈവത്തിന് അറിയാലോ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ആലോചിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടാവല്ലോ. അപ്പൊ അദ്ദേഹം ഇവനെ മൈൻഡ് ചെയ്തില്ല. 1000 വർഷം തിരിഞ്ഞു നോക്കില്ല, 10,000 വർഷം തിരിഞ്ഞു നോക്കില്ല,
അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര കഠിനാവസ്ഥയിൽ നിന്ന് തിരിഞ്ഞു നോക്കൂലെങ്കിൽ ഒരു കാര്യം തിരിഞ്ഞു നോക്കേണ്ട വഴി നമുക്ക് ഉണ്ടാക്കാലോ. 10 ഒരു തല അവൻ വെട്ടി. അപ്പോഴത്തേക്ക് 11,000 വർഷമായി. ഓരോ 1000 വർഷത്തിനും ഓരോ തല വെട്ടി. അപ്പോൾ 9 തല വെട്ടി 10ാമത്തെ തലയെ വെക്കുള്ളൂ. സമയമായപ്പോൾ 10ാമത്തെ തല വെട്ടാൻ വേണ്ടി വാളെടുത്ത് പൊക്കിയപ്പം കൈ വന്ന് ഒരാൾ പിടിച്ചു. ഭക്തൻ എന്താണ് വേണ്ടത്? അപ്പോൾ ഇവനാളെ മനസ്സിലായി, എനിക്ക് ഒരു വരം വേണം. ഏത് വരമാണ്? ലോകത്താരും എന്നെ കൊല്ലാൻ പാടില്ല. ലോകത്ത്, ദേവലോകത്ത്, അസുരലോകത്ത്, മനുഷ്യലോകത്ത്, ലോകത്താരും. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായ സംഗതി കുറച്ച് കുഴപ്പമാണ്. ആരും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കൊല്ലാകില്ലോ. ഇതിനെ കുഴപ്പമില്ലേ, പിന്നെ ആർക്കാ വിളകിയ? ഇവൻ ലോകത്തിന്റെ അധിപനാവില്ലോ. അപ്പോൾ അദ്ദേഹം ഇടത് കണ്ണ് ചിമ്മി എന്നാ പറയും. ഇടത് കണ്ണിങ്ങനെ കണ്ണ് ചിമ്മി. ആ കണ്ണ് ചിമ്മിയത് ഒരു സിഗ്നല. ആർക്കറിയാം? സരസ്വതി ഇരിക്കും. ഇപ്പൊ ഇടപെടണം. 2-3 സെക്കൻഡ് ആകുമ്പോഴേക്കും അദ്ദേഹം ചോദിച്ചു, അല്ല എന്താണ് പറഞ്ഞത് ഭക്തൻ? ആരും വേണമെങ്കിൽ മനുഷ്യനാവാം. കാരണം മനുഷ്യൻ കാര്യമല്ലല്ലോ, വേണമെങ്കിൽ മനുഷ്യനാവാം. അപ്പോൾ പറഞ്ഞു, ഓ ശരി, എന്നാലൊരു കാര്യം, ഈ മനുഷ്യരൊഴികെ ഭൂമിയിൽ ആരും നിങ്ങളെ കൊല്ലില്ല. ആ വരമുണ്ട് നമ്മളെ സാക്ഷാൽ രാവണ മുഖം. ഈ വരമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോകമാകെ ഉള്ളവരെ ഭയപ്പെടുത്താൻ കഴിയുന്നതെന്നാണ് ഈ വരത്തിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭാഷയിൽ പറഞ്ഞ സന്ദർഭമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ രാവണൻ എന്ന് പറയുന്ന വിദ്വാൻ അവിടെ നിൽക്കട്ടെ, പിന്നെ നമുക്ക് വരാം. നമ്മൾ ഈ ദശരഥ മഹാരാജാവ്, അദ്ദേഹമാണെങ്കിൽ ലോകം ആദരിക്കുന്ന ഒരു വലിയ മഹാരാജാവാണ്. പ്രത്യേകിച്ച് കോസല രാജ്യത്തിലെ പാരമ്പര്യം വലിയ പാരമ്പര്യമാണ്. ആ മഹാരാജാവിന് 3 മക്കളുണ്ട്. അല്ല, ആ 3 ഭാര്യമാർ. ആദ്യം ഒരു പെണ്ണെ കല്യാണം കഴിച്ചു. ആദ്യം അദ്ദേഹത്തെ വളരെ കൃത്യതയുള്ള ആളാണ് കൗസല്യ. അത് കുട്ടികളൊന്നുമില്ല. പിന്നെ കൈകേയി, അത് കുട്ടികളില്ല. പിന്നെ സുമിത്ര, 3 പേരെ കല്യാണം കഴിച്ചു. 3 കുട്ടികളില്ല. കുട്ടികളില്ലാതിരിക്കുമ്പോൾ പ്രശ്നം അറിയോ? രാജ്യത്ത് ഭരണത്തിന് ആളില്ല. അതൊരു പ്രശ്നമല്ലേ? രാജ്യം ഭരിക്കാൻ ആളുമല്ലേ? അപ്പം അങ്ങനെ വന്നപ്പോൾ അവസാനമായി അദ്ദേഹം മുനിമാർമാർ ആലോചിച്ചത് ഒരു ധാരണ, അതിനൊരു വഴിയേ ഉള്ളൂ. അതിന് പുത്രകാമേറ്റ് യാഗം കഴിക്കണം. അന്നത്തെ കാലത്ത് അങ്ങനെ യാഗം കഴിച്ചാൽ വരുമെന്ന. നമ്മൾ ഇപ്പോഴത്തെ കാലങ്ങളിൽ ഒരു ദൈവത്തിന് പോയി പ്രാർത്ഥിച്ച് അവിടെ അത് കൊടുത്ത്, അവിടെ ഉരുളി കൊടുത്ത്, അവിടെ അത് കൊടുത്ത്, എങ്ങനെയൊക്കെ ചെയ്യാം. ഇതങ്ങനെയാണ്. അങ്ങനെ രാജ സന്നിധിയിൽ വെച്ച് തന്നെ യാഗം നടത്തി. യാഗത്തിൽ കൂടി ഒരു പൂർണ്ണ കുംഭം ഇങ്ങനെ ഇതിനകത്ത് അഗ്നിയിൽ ഉയർന്നു വന്നു. അതിനകത്ത് പായസമായിരുന്നു. ആ പായസമാണ് അതിൻ്റെ പ്രധാന ഭാഗം എടുത്ത് 2 പേർക്ക് സമമായി പങ്കിട്ട് കൊടുത്തു. 3ാമത്തെ പെണ്ണിയാളുകൾ മറന്നുപോയോ എന്താണെന്ന് പറയില്ല. ശ്രമിച്ചു 2 പേരും വിചാരിച്ചിടണം മാത്രമേ ഇവരിവിടെ 2ആളും കുറേ ചേർത്ത് അവർക്ക്. അപ്പം ഒന്ന് കൗസല്യക്ക് 1 മകൻ, കൈകേയിക്ക് 1 മകൻ, സുമിത്രയ്ക്ക് 2 മക്കൾ. അങ്ങനെ 4 മക്കളായി. ഈ 4 മക്കൾ ആദ്യത്തേതാണ് രാമൻ. അതിനെക്കുറിച്ച് പറയുന്നത് രാമൻ്റെ ജന്മം. ആ ജനിച്ച ഉടനെ രാമൻ കൗസല്യക്ക് കാണിച്ചു കൊടുക്കുന്ന രൂപം. 1 കാഴ്ച മാത്രം. എന്നിട്ട് വായ പൊത്തി ആരോടും കൊണ്ടുവരുന്നു. അതുപോലെ വായ പൊത്തിയ പോലെ തന്നെ അവരാരോടും പറഞ്ഞില്ല, ഭർത്താവോട് പോലും പറഞ്ഞില്ല. അങ്ങനെയാണ് രാമൻ്റെ ജന്മം. ആ രാമൻ്റെ ജന്മവും അതുപോലെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഇപ്പോൾ നേരിടേക്കും ഞാൻ പറയാം. രാമൻ ജനിച്ചു. രാമൻ ഭയനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും വളരുമ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയി. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥ. പക്ഷേ പിന്നെന്തായി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ യൗവനകാലമായി. ഈ രാമൻ കല്യാണത്തിൻ്റെ സമയമായി. പക്ഷേ അന്നേരം ഇദ്ദേഹം ദശരഥ മഹാരാജാവ് തീരുമാനിച്ചു രാമനെ ഭരണാധികാരിയാക്കണം. അയാൾ പ്രായമായി പോയി. യുവരാജാവായി രാമനെ തീരുമാനിച്ചെന്ന് മാത്രമല്ല നാട്ടിൽ അറിയിച്ചു പുതിയ രാജാവ് വരുന്നു. ഈ രാമനെ പറ്റി നാട്ടിൽ വലിയ കേളിയാണ് ഈ രാമനെക്കുറിച്ച്. രാമൻ ശാസ്ത്രത്തിൽ ഏറ്റവും വിദഗ്ധനാണ്. ഏത് കാര്യത്തിനും ആരെക്കാളും മുമ്പിലാണ്. രാമനെക്കുറിച്ചുള്ള പ്രസക്തി രാജ്യം മുഴുവനുണ്ട്. പ്രജകൾക്ക് വളരെ സന്തോഷമായി. രാമനല്ലേ, രാമൻ യുവരാജാവാവുന്നതിന് എൻ്റെ ആഘോഷങ്ങൾ നാട്ടിലാകെ നടന്നിരിക്കുന്നു. തോരണങ്ങൾ, വാദ്യമേളങ്ങൾ, പ്രജകളും തയ്യാറായിരിക്കുന്നു. രാജകൊട്ടാരം അതിവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് സീതാദേവിയെ ഇവർ പോയി കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇതിൽ പ്രസക്തമായ ഭാഗം വരുന്നത്. രാമൻ യുവരാജാവായി ഏതാണ്ട് തീരുമാനമായ നാളെ രാവിലെ കല്യാണം. ഇന്ന് രാത്രി ഭർത്താവും ഭാര്യയും അവരൊരുമിച്ച് മറ്റുള്ളവരെ കൊട്ടാരത്തിൽ. അപ്പോഴാണ് ഇവിടെ സംഭവം മാറുന്നത്. ആ സംഭവം മാറുന്നത് മന്ദര എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. യക്ഷണിക്കാരിയെന്നാണ് പറയുന്നത്. അവരാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്. അവർ പറയുന്നത് ആരോടെ പറയുന്നറിയോ? കൈകേയിയോ. രാമൻ്റെ ഭരണം വന്നാൽ പിന്നെ നിങ്ങളുടെ ഗതി എന്നറിയാം. നിങ്ങൾ വെറും ഇവിടെ ജോലിക്കാരിയായിരിക്കും, നിങ്ങളാരും മൈൻഡിയില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പരദോഷം പറയാൻ നമ്മൾ പുറത്തു വെക്കുന്ന പരദോഷമില്ല. അത് മുഴുവൻ ഇവിടെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ഇളകിയില്ല. അത് കൈകേയി പറഞ്ഞു, രാമൻ എൻ്റെ മകനെ പോലെ എൻ്റെ മകനാണ്. ലക്ഷ്മണനും ഇവർ 2 പേരും അത്ര വലിയ സുഹൃത്തുക്കളും
രണ്ടുപേരും ചേട്ടായിമാർ നമ്മൾ ഏറ്റവും വലിയ ബന്ധമില്ല. അപ്പൊ ഞാൻ ഇല്ല, അവസാനം ദേഷ്യപ്പെട്ടു പോയി, മൂടിപ്പോയി. അപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് മാത്രമേ എനിക്ക് കാര്യമില്ല, അനുഭവിക്കേണ്ടപ്പോൾ നിങ്ങളാ. എന്നിട്ട് കിടന്നപ്പം ആലോചിച്ചു, അനന്തരം എന്ത് വരാൻ പോകുന്നു, അവർക്കൊരു ആലോചന. അപ്പോഴാണ് വീണ്ടും ഇവർ വന്നത്. ഇവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു സന്ദർഭമുണ്ട്. ദശരഥ മഹാരാജാവ് പഴയ കാലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രഥത്തിൽ പോകുമ്പോൾ രഥത്തിന്റെ ഈ നെറ്റ് ഇളകിപ്പോയപ്പം വിരൽ വെച്ച് കൊടുത്തപ്പം അന്ന് 2 വരമ്പങ്ങളാണ്. അത് പിന്നെ വാങ്ങിക്കോളാന്ന് പറഞ്ഞല്ലേ? ആ 2 ഇപ്പൊ ചോദിക്കണം. എന്താ ചോദിക്കുക? ഒന്ന് ഭരതന രാജാവാക്കണം, രണ്ടാമത്തതോ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണം. നമ്മൾ ആലോചിക്കുന്നത്, ഒരു കുറ്റവാളിയാണെങ്കിൽ കാട്ടിലേക്ക് പോവാം. എങ്ങനെയാ കാട്ടിലേക്ക് പോവാ? നമ്മൾ ഇന്നത്തെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ ഇതുപോലൊരു വിധി ഉണ്ടായാലും ആലോചിച്ചു എന്താണ്? എന്തിനൊരു മനുഷ്യനെ പറ്റുമോ? ഏത് നീതിയാണത്? ഒരു നീതിയുമില്ലല്ലോ. പക്ഷെ ഈ രണ്ട് വരം ഇപ്പോൾ വേണം. അദ്ദേഹം ആകെ ഒരുപാട് നേരം വിഷമിച്ചു, കരഞ്ഞ് അവസാനം അദ്ദേഹം പറഞ്ഞു, എന്താ ചെയ്യുക? അദ്ദേഹം കാർപ്പറ്റിൽ പോയി വിടുക. അപ്പോഴാണ് വിവരം പോകുന്നത്. ആർക്ക്? അവിടെ ആഘോഷത്തിലാണ്. നാളെ രാജാവാവുക, രാജ്ഞിയാകും സീത, ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ ആഘോഷത്തിൽ. ആ സമയത്തായത് എവിടെ ചെന്നു? അച്ഛൻ വിളിച്ച് അപ്പം രാമൻ വന്നപ്പം അച്ഛൻ കാർപ്പറ്റിൽ വീണ് വിടുക. രാമൻ അച്ഛൻ്റെ അടുത്ത് പോയി കിടന്ന് അച്ഛനെ പൊക്കി എന്നിട്ട് ചോദിച്ചു, എന്താ ദുഃഖത്തിന് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ കാര്യം. അതെന്താ? ഞാൻ അച്ഛനെ വിഷമിക്കുന്നു? ഭരതനല്ലേ, എന്നെ അരിയല്ലേ? ആദ്യം രാജാവട്ടെ. അല്ല, നീ 14 വർഷം കാട്ടു പോണെന്നാ, പോവാലോ? അപ്പോഴാണ് ലക്ഷ്മണൻ വരുന്നത്. ലക്ഷ്മണൻ അറിഞ്ഞ് ലക്ഷ്മണൻ പറഞ്ഞു, അത് കേൾക്കേണ്ട കാര്യമില്ല, രാജഭരണം ആരും ആയിക്കോട്ടെ, പക്ഷെ എന്തിനാ കാട്ടുപോകുന്ന 14 വർഷം? എന്താ കാര്യം? അപ്പോഴാണ് രാമൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ യഥാർത്ഥ മാനസിക നില മനസ്സിലായത്. പറഞ്ഞു, ലക്ഷ്മണ, അച്ഛൻ്റെ വാക്കാണ്. അച്ഛൻ്റെ വാക്ക് ഒരിക്കലും മറികടക്കരുത്. അച്ഛനും അമ്മയും ഉണ്ടായാലേ നമ്മളുള്ളൂ. അതുകൊണ്ട് പിതാവിനെ ധിക്കരിക്കാൻ പറ്റില്ല. പിതാവ് പറഞ്ഞത് ആ തീരുമാനം നടപ്പിലാക്കാൻ നമുക്ക് ബാധ്യത. ചെയ്യാത്ത കുറ്റത്തിന് 14 വർഷം കാട്ടിലേക്ക്, അതും പോകുന്നവർ ഭരണം നടത്തുന്നതിന് വേണ്ടി രാജാവിന് വേട്ട് പോകേണ്ടവൻ മരവുരി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ സീത, ഞാൻ കൂടെ വരുന്നു പറഞ്ഞു. പറഞ്ഞു, വേണ്ട, നീ ഇവിടെ ഇരുന്നോ? ഇല്ല, ഭർത്താവിൻ്റെ കൂടെ പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഭർത്താവ് എവിടെ പോകുന്നോ അവിടെ ഞാൻ പോകും. രാമായണത്തിൽ വളരെ പ്രസക്തമായ ഭാഗമാണത്. ഒരു കുടുംബത്തിൽ എന്നും പ്രധാനമെന്താ? ആ കുടുംബത്തിൻ്റെ നാഥൻ അത് പിതാവാണ്. പിതാവിൻ്റെ വാക്കുകൾ പാലിക്കാൻ മക്കൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത മക്കൾ നിർവഹിക്കണം. പക്ഷെ ഇവിടെ പിതാവ് കൊടുത്തിരിക്കുന്ന വാക്കെന്താ? ചെയ്യാത്ത കുറ്റത്തിന് 14 വർഷം കാട്ടുപോകാൻ. നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വന്നാൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ചെയ്യാത്ത കുറ്റത്തിന് 14 വർഷം കാട്ടുപോകാം. അതും അനുഭവിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെയാ വനവാസത്തിൽ പോകും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 16 മണിയായി. ഇപ്പോൾ ഇവരെ സമയത്തിനൊന്നും എനിക്കറിയില്ല, പറഞ്ഞു ഒരുപാട് പോകും. ഞാൻ ചുരുക്കിക്കൊണ്ട് മറ്റേ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇവരെ കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയതിനു ശേഷം മറ്റു സംഭവങ്ങളിലുണ്ടാകും. അതിലെടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ മാത്രം ഞാനിതിനെ സൂചിപ്പിക്കാം. ഒന്ന്, സീതയെ കട്ടുകൊണ്ട്, നമുക്കെല്ലാവരും അറിയാലോ, സീതയെ കട്ടുകൊണ്ടുപോയി. സീതയെ കട്ടുകൊണ്ടുപോയിട്ട് അവിടെ എത്തിയപ്പം അവരവിടെ കൊണ്ടുപോയി അശോക വനത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് രാക്ഷസികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി. എല്ലാ രാക്ഷസികളാണ്. ആ രാക്ഷസികൾ ഒന്നും ചെയ്യുന്നില്ല, ഇവരോട് സംസാരിക്കുന്നില്ല. അവരെ താമസിപ്പിച്ച് ഇവൻ രാവണനും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ലാതെ വരുന്നില്ല. 7 മാസമായി. 7 മാസക്കാലമായതിനു ശേഷമാണ് ഇവർക്ക് പല വഴികളിലും കൂടി പോയി പല സന്ധികളിലും ഏർപ്പെട്ടിട്ടാണ് അവസാനം നമ്മുടെ ലങ്കയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ലങ്കയിലേക്ക് പോകാനെന്താ വഴി? അങ്ങനെ പോകത്തില്ലോ. അപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗ്ഗരാജ്യമാണ് ലങ്ക എന്ന് പറയുന്നത്. അന്ന് അവിടെ പോകാൻ വേറെ മാർഗ്ഗമില്ല. അതിനാണ് ഉണ്ടാക്കിയിരിക്കുന്ന പുഷ്പവിമാനം. പോകാൻ മാർഗമില്ല പറയാൻ. ആ സന്നിഗ്ധ ഘട്ടത്തിലാണ് ഹനുമാന് വായു ഭഗവാനാണ് പറക്കാനുള്ള ശേഷിയുണ്ടെന്ന് ബോധ്യമാണ്. അങ്ങനെ ഹനുമാൻ ആദ്യം ലങ്കയിലെത്തുന്നത്. ഹനുമാൻ ലങ്കയിലെത്തി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഹനുമാൻ ഈ സീതാദേവി നോക്കുമ്പോൾ രാക്ഷസിയുടെ ഇടയിലാണ്. അവരിൽ നിന്നും ഉറങ്ങാതെ കിടക്കുക. ഉറങ്ങുന്നവരെ കാത്തിരുന്നു. പക്ഷെ ഉറങ്ങിയിട്ടൊരു വിധി ഒരു കിളിയെ പോലെ പോയി അവിടെ മുമ്പിൽ. എന്നിട്ട് ഹനുമാൻ പറഞ്ഞു, അവരോട്, ഞാൻ രാമന്റെ ദൂതമായി വന്നതാണ്. രാമൻ പറഞ്ഞിട്ട് വന്നു. സീത ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാനിതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങൾ രാമന്റെ പേര് പറഞ്ഞ് നിങ്ങളാരാ? ഞാൻ രാമന്റെ നിർദ്ദേശത്തിൽ അത് മനസ്സിലായി. നിങ്ങൾ ആരാ? ID കാർഡ് കാണിക്കും. നമ്മളിപ്പോൾ വണ്ടി കയറിയ ടിക്കറ്റ് ഉണ്ടായാലും ടി ID കാർഡ് ഉപയോഗിക്കില്ലേ? ID കാർഡ് കാണിക്കും. അപ്പോഴാണ് മുദ്രമോതിരം കാണിച്ചത്. മുദ്രമോതിരം കാണിച്ചപ്പം ഉടൻ തന്നെ ഇവർക്ക് ബോധ്യമായി. അപ്പം ഹനുമാൻ പറഞ്ഞു, ഭഗവതി, ഞാൻ അയോധ്യയിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ എൻ്റെ തോളിൽ കയറിയതാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പം പറഞ്ഞാൽ ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ മറുപടി എന്താ അറിയുമോ? നമ്മളെ സ്ത്രീകൾക്ക് ഇരിക്കുകയല്ലേ, 7 മാസക്കാലമായി ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ തട്ടിക്കൊണ്ടു 7 മാസക്കാലം ഭർത്താവ് ഭാര്യയെ കാണാൻ ദുഃഖത്തിനായി നിൽക്കുന്നു. അവിടെ ഭർത്താവിൻ്റെ അടുത്തെത്താൻ ഒരു ചാൻസ് കിട്ടിയ ഒരു പെണ്ണ് എന്ത് പറയുന്ന നേരം എന്താ പറയും മറുപടി? ഇപ്പം വായുവേഗത്തിൽ കടന്ന് അവിടെ പോകാന്നാ എന്താ പറയാ? നിങ്ങൾ എന്താ പറയാ? സാധാരണ പറയുന്നുണ്ടാ? സാധാരണ പറയാം ഇപ്പൊ പോകാന്നാ. എന്താ പറഞ്ഞറിയോ?
രാവണൻ എന്റെ കട്ട് ഇവിടെ കൊണ്ടുവന്നു, നമ്മൾ തിരിച്ച് കട്ട് അയോധ്യയിലേക്ക് പോവാം. എന്ത് ധർമ്മം അത്? എന്ത് നീതിയാണത്? അത് എവിടെ സ്വീകരിക്കാൻ പറ്റും? രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടുത്തെ കട്ടിൽ കൊണ്ടുപോവാ, എന്നെ കട്ടുകൊണ്ടുപോകുമ്പം രാവണന്റെ ആളുകൾ മോശമല്ലല്ലോ. അവര് ആക്രമിച്ചാൽ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ സ്വയം രക്ഷപ്പെടുമോ? മൂന്നാമത്തതും പ്രധാനപ്പെട്ടതാണ്. താങ്കൾ ഒരു പുരുഷൻ, ഞാനൊരു പുരുഷന്റെ ഭാര്യ, ഭർത്തൃവിദ്യാർത്ഥി. ഞാൻ മറ്റൊരു പുരുഷനെ തോളിൽ കയറി അയോധ്യയിൽ ചെന്നാൽ എന്തായിരിക്കും അയോധ്യയിൽ? രാമായണം എന്ന് പറയുന്ന കാവ്യത്തെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട സംഭവമാണ് അത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു കളവ് നടത്തി പകരം മറ്റൊരു കളവ് കൊണ്ട് അത് ശരിയാവുന്ന. രണ്ടാമത്തത് നിങ്ങളുടെ തോളിൽ കയറി വരുന്നു ഞാൻ, നിങ്ങളൊരു പുരുഷൻ, ഞാൻ മറ്റൊരാളുടെ ഭാര്യ. അവിടെ അയോധ്യയിലെ ജനങ്ങൾ കണ്ടാൽ ഇത് ധരിക്കും. ആ പോക്കിനാണ് ഒരുപാട് പ്രശ്നങ്ങൾ. അതിൽ വിശദമായ കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് നമുക്കിനി പോകാം. ഈ പിന്നെ വരുന്ന സംഭവങ്ങൾ യുദ്ധമാണല്ലോ. സംഭവങ്ങൾക്ക് വിശദമായി പറയാൻ നമുക്ക് വേറെ സമയം വേണം കേട്ടോ. യുദ്ധം മാത്രം പറയാനൊരു സമയം വേണം, ബാക്കി ഭാഗങ്ങൾ അടക്കമുള്ള ഭാഗങ്ങൾ പറയാൻ നമുക്ക് സമയം വേണം. രാമായണം എന്ന് പറയുന്ന കാവ്യത്തിന്റെ സാരാംശങ്ങളിലേക്ക് പോകുന്നതിന് പകരം ആ കാവ്യം മനുഷ്യ മനസ്സിനകത്തുണ്ടാകാവുന്ന അനുരണനങ്ങൾ എന്താണെന്ന് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മളിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ആമറ്റോ എവിടെയോ ഞാനൊരു റേഡിയോ പ്രഭാതത്തിൽ അവരെ കിട്ടും. രാമായണ പറഞ്ഞ പെട്ടെന്ന് 4 മിനിറ്റ് രാമായണത്തെ കഥ പറയാം. അതല്ല നമുക്ക് കാര്യം. രാമായണം എന്ന കാവ്യം വാൽമീകി എഴുതിയത്, ആ കാവ്യത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ ജീവിതവുമായി ഈ കാലവും നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് നമ്മുടെ മഹാത്മാഗാന്ധി. രാമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയും രാമായണം എന്ന കാവ്യത്തെയും ശരിക്കും മനസ്സിലായിക്കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്ത് നയിച്ച ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഇവിടെ ബാരിസ്റ്റർ ഇവിടെ വന്നു അദ്ദേഹം നാടിന്റെ എല്ലാ ഭാഗവും ആദ്യം പോകാൻ തീരുമാനിച്ചു. അന്ന് ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടിപ്പ് ടോപ്പില എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി വരുന്ന പരമാവധി വരിക. ആ ബാരിസ്റ്ററായ സാക്ഷാൽ മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ചെന്നപ്പോൾ അദ്ദേഹം കണ്ടതെന്താ? ഒടുമുണ്ടിനും മറുമുണ്ടില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ, അക്ഷരമറിയാത്ത പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് വീടുണ്ടോ? ഇല്ല. വീടെന്ന് പറയാനൊന്നുമില്ല. അവരെ ജീവിതം എന്ന് പറയുന്നത് പ്രകൃതിയും ഇവരും തമ്മിൽ ഇങ്ങനെ മല്ലിട്ട് ജീവിക്കുക. ഈ കോടാനുകൂടി മനുഷ്യരുണ്ട്. അവരെ ദേശീയ പ്രസ്ഥാനമായി ബന്ധപ്പെടുത്തേണ്ട മാർഗം മഹാത്മാഗാന്ധി ശരിക്കും ആലോചിച്ചപ്പോൾ മനസ്സിലായി, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദേശീയ പ്രസ്ഥാനത്തെ നയിക്കാൻ നമുക്ക് കഴിയും. എന്താ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ? എഴുത്തുമാനി അറിയില്ലല്ലോ. അവർക്ക് മനസ്സിലാവുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് അവർ എന്നും വൈകുന്നേരം ജോലി നിർത്തിവെച്ച് അവർ വിളക്ക് കത്തിച്ച് വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ എന്നും രാമ 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 എന്ന് ചൊല്ലും. ഇന്ത്യയുടെ മനസ്സ് ഈ പാവങ്ങൾ നിൽക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയുടെ അനിവാര്യമായ മുദ്രാവാക്യം രാമരാജ്യമാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, എഴുത്തറിയാത്തവരും എഴുത്തറിയുന്നവരും എല്ലാവർക്കും മനസ്സിലായി രാമരാജ്യം. എന്താ രാമരാജ്യം? രാമന്റെ നാട്ടിൽ പ്രജകളുടെ താല്പര്യമനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി രാമൻ. ആ രാമന്റെ രാജ്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങൾ വന്നപ്പോഴും ആ പോരാട്ടങ്ങൾക്കിടയിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിറഞ്ഞൊരു മുദ്രാവാക്യം രാമരാജ്യം. ആ രാമരാജ്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താഗ്രഹിക്കുന്നത്? രാമരാജ്യത്തിൽ പ്രജകളുടെ ആവശ്യങ്ങളനുസരിച്ച് ഭരിക്കുന്ന ഭരണാധികാരി. ആ ഭരണാധികാരി പറഞ്ഞ മഹാത്മാഗാന്ധി ഞാൻ സാന്ദർഭികമായി പറഞ്ഞ രാമരാജ്യത്തെ കുറിച്ച്. അപ്പൊ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം നേരത്തെ വാൽമീകി മഹർഷിയോട് പറഞ്ഞതുപോലെ ഉത്തമനായ ഒരു മനുഷ്യൻ, ആ ഉത്തമനായ മനുഷ്യന്റെ ജീവിതമാണ് ഈ ഭാഗങ്ങൾ. അതിനുശേഷം സീതയെ കിട്ടി. സീത വന്ന് സീതയെ വന്നതിന് ശേഷം സീത ആദ്യം പറഞ്ഞു ഒരു കാര്യമുണ്ട്, ആദ്യം അഗ്നിയിലൊന്ന് ചാടണം. തീ കൂട്ടിയിട്ട് അഗ്നിയിൽ പോയി ചാടി അവൾ പരിശുദ്ധിയായി തിരിച്ചു വന്നു. 7 മാസക്കാലം അവിടെ പോയി താമസത്തിന് നാട്ടിലെ ആളുകൾ പറയല്ലോ 7 മാസമല്ലേ. ആരാ കൊണ്ടുപോയത്? രാവണൻ. രാവണൻ എന്തിനാ കൊണ്ടുപോയത്? സൗന്ദര്യം കണ്ടിച്ചു. ആരെ? സീതന്റെ. ആ കൊണ്ടുപോയി അയാൾ ഒന്നിരിക്കോ? ഇല്ല. അയാൾ നോക്കിയിരിക്കോ? ഇല്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു കാണില്ലേ? കാണും. ഉറപ്പല്ലേ? ഉറപ്പാ. ഇവിടെയോ ആളെ പറ്റിക്കാനാ. അതുകൊണ്ടോ ഒരു കാര്യമുണ്ട്, എന്താ നമുക്ക് തീരുമാനിക്കണം. ഇതായിരിക്കും ജനങ്ങളുടെ മനസ്സ്. ആ മനസ്സ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആദ്യം തീയാണ്. തീയിൽ പോയി ചാടി പരിശുദ്ധ തെളിയിച്ച സീതാദേവി വന്ന അവസാനം തട്ടത് ഉണ്ടായ കാര്യം എന്താ? പ്രജകൾ ചിലര് സ്വകാര്യമായി പറയുന്നു എന്നൊരു ന്യൂസ് വന്നു. സ്വകാര്യമായി പറയുന്ന ഒരു ന്യൂസാണ് വന്നു. ആ ന്യൂസാണ് അവർ അരക്കാരും മറക്കരുത്. എന്താ പറഞ്ഞത്? നീവില്ലേ, നിന്റെ രാജാവില്ലേ, ആ രാജാവിന്റെ ഭാര്യ 7 മാസം അവിടെ പോയി മറ്റൊരിടത്ത്. എന്നിട്ട് പിന്നെ നീ എന്ത് അധികനോട് പറയുന്നത്? നാട്ടുമ്പത്ത് പറയും പോലെ പ്രജകൾ പറയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രസക്തി ഉണ്ടെന്ന് പറയുന്ന രാജ്യം രാമരാജ്യം. ആ രാമരാജ്യത്തിൽ രാജാവായ രാമൻ തീരുമാനിച്ചു, പ്രജകൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കാട്ടിലേക്ക് പറഞ്ഞത്. ഇതിൽ നമ്മൾ നോക്കേണ്ട ആശാന്റെ ചിന്താവിഷയ സീരിയൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ആശാൻ പറയുന്നത്. ആശാൻ പറഞ്ഞതിലും പ്രസക്തമായ കാര്യങ്ങളാണ്. സീതാദേവിയെ കൊണ്ട് ആശാൻ ചോദിപ്പിക്കുന്നുണ്ട്, ഹൃദയമുണ്ടോ? പൂർണ്ണ ബോധ്യല്ലേ? ഞാൻ അഗ്നിയിൽ ചാടിയിട്ട് പൂർണ്ണ ബോധ്യല്ലേ? പിന്നെ എന്തിനാ എന്നെ കാട്ടിലേക്ക് പറഞ്ഞു വെച്ചേ? പക്ഷെ നേരെ വ്യത്യസ്തമാണ് സംഭവം. ലക്ഷ്മണൻ കൊണ്ടുപോകുന്നത്
ലക്ഷ്മണനോട് രാജാവ് വിളിച്ച് പറയുന്നത് കാട്ടിൽ കൊണ്ടുപോകണം, ഇവിടെ അവിടെ കാട്ടിൽ വിട്ടേക്കണം, കാട്ടിൽ. അപ്പോൾ ലക്ഷ്മണൻ പറയും എന്താ കാര്യം? പ്രജകൾക്ക് സംശയമുണ്ട്. പ്രജകൾ അങ്ങനെ പലതും പറയും, ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കണം, അതാണ് നമ്മളെ പാരമ്പര്യം. ലക്ഷ്മണന്റെ വാക്ക് അനുസരിച്ച് ഇത് തീരുമാനിച്ചു പോയി. എന്നിട്ടോ നേരെ പോയി അവിടെ എത്തുന്നവരെ ഒരു വാക്ക് സംസാരിച്ചില്ല പരസ്പരം. അവിടെ എത്തിയപ്പോൾ സീതയോട് പറഞ്ഞു, രാജകൽപ്പനയാണ് ഞാൻ അനുസരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരുത്. സീത പറഞ്ഞു, അത് ഞാൻ കരയണ്ട, ഞാൻ കരയരുത്, രാജകൽപ്പന സ്വീകരിക്കണം, കരയരുത്. എനിക്ക് ഈ കാട്ടിൽ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ മനസ്സിനകത്ത് ഒരു കാര്യമുള്ളൂ, രാമന്റെ യശസ് ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിലെത്തിക്കണം. രാമൻ എത്രത്തോളം ഉയരത്തിൽ പോകുന്നുവോ അതനുസരിച്ച് സന്തോഷം കൂടുമെന്ന് ഞാൻ അറിഞ്ഞപ്പോ ആ കഥാപാത്രത്തെ പോലൊരു കഥാപാത്രത്തെ ലോകത്ത് എവിടെയെങ്കിലും മാരകം എഴുതിയിട്ടുണ്ടോ? ശരിയെപ്പോലെ ഇല്ല. അപ്പൊ അങ്ങനെ രാമായണം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് രാമൻ സീത രണ്ടുപേരുടെ സ്വഭാവശുദ്ധിയും അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളും ലോകത്തിന് മാതൃകയാണ്. മൂന്നാമത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയേണ്ടതും അറിയിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ രാമായണവും മഹാഭാരതവും രണ്ടാണല്ലോ. ഈ രണ്ട് കാവ്യങ്ങളാണല്ലോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാവ്യങ്ങൾ. ഈ രണ്ട് കാവ്യങ്ങളിൽ ആദ്യത്താണ് രാമായണം. എന്നാൽ രാമായണവും മഹാഭാരതവും തമ്മിൽ നിങ്ങൾ നോക്കിക്കോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഒന്ന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുകരണത്തിൻ്റെയും ഒരു വലിയ പ്രത്യയശാസ്ത്രം കൂടി ഒഴിഞ്ഞിരിക്കുക രാമായണത്തിൽ. മറ്റോ ചതിക്ക് ചതി. അതാണ് കുരുക്ഷേത്ര ഭൂമിയിൽ എല്ലാം മരിച്ചു കിടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ വരുന്നു ആര്? സാക്ഷാൽ ഗാന്ധാരി. ഗാന്ധാരിക്ക് ഒരു സാധാരണ പരിപാടി ഞാൻ പറയട്ടെ. ഗാന്ധാരി കല്യാണത്തിൻ്റെ അന്ന് മുതൽ കണ്ണുകെട്ടി നടക്കണമല്ലേ. നമ്മുടെ നാട്ടിൽ ആളുകളിലും പറയുന്നൊരു കാര്യമുണ്ട്, ഭർത്താവ് കണ്ണു കാണാത്ത ആളാ നടന്നുകൊണ്ട് കണ്ണു കെട്ടിയാണല്ലേ എല്ലാവരും അതിൽ പറയുന്നത്. അത് ശരിയാണോ? ഭർത്താവ് കണ്ണു കാണാത്ത ഭർത്താവാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം? ഭാര്യ കണ്ണു കാണുന്നവളായിരിക്കണ്ടേ ഭർത്താവിനെ സഹായിക്കാൻ? എന്തിനാ അവർ കണ്ണു കിട്ടുന്നത്? ഭർത്താവിനോട് സ്നേഹാനുഭൂതി അങ്ങനെയാണോ? എല്ലാം ശരിക്ക് അതാണ് ചെയ്യുന്നത് അല്ലല്ലോ. എന്നാൽ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഭീഷ്മ പിതാമകൻ പോകുന്നു. എന്തിന്? പെണ്ണ് കാണാൻ. അവിടെ പോയി ഭക്ഷണം കഴിച്ചേച്ചിട്ടും ഭീഷ്മർ പറയാ, എൻ്റെ ചെറുമകനുണ്ട്, സുന്ദരക്കുട്ടര. ഒരു പെണ്ണ് പറ, സുന്ദരക്കുട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണിലാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സുന്ദരനായ കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹം പറഞ്ഞില്ല, ബോധപൂർവ്വം മറച്ചു വെച്ച് ഭീഷ്മർ മറച്ചു വെച്ച്. ഇത് ഇവിടെ അറിയുന്നത് കല്യാണത്തിന്റെ തലേ ദിവസം അവൾ അറിയുന്നത് ആര്? ഗാന്ധാരി. അപ്പൊ അവൾ അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി ഇതിൽ പ്രതിഷേധം, തന്നോട് അറിയിക്കാതെ ഇതുപോലെ ക്രൂര കൃത്യം ചെയ്ത കുടുംബത്തോടുള്ള പ്രതിഷേധം, അതാ ജീവിതകാലം മുഴുവൻ കണ്ടുവെച്ചത്. ഗാന്ധാരി അവിടെ വെച്ചിട്ട് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുക, കൃഷ്ണ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? എന്തു നേടി? ഈ മരിച്ചു കിടക്കുന്ന എല്ലാം ചോരക്ക് ചോര ഉച്ച ബന്ധുക്കളല്ലേ, ആര് ജയിച്ചു? കൃഷ്ണ മറുപടി പറഞ്ഞില്ല. അവസാനം ചോദിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ അങ്ങയുടെ സഹോദരി പുത്രനിലെ വീഴ്ച മുളക്കാത്ത കൊച്ചുപയ്യൻ അഭിമന്യു, അവനെ വളഞ്ഞിട്ട് വടികൊണ്ട് അടിച്ചു കൊല്ലുമ്പോൾ നിർത്താൻ പറയായിരുന്നില്ലേ? ന്യായമായി നിർത്താൻ പറയാം. യുദ്ധ ചട്ടങ്ങൾക്ക് കടകവിരുദ്ധമാണ് ചെയ്തത്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളുടെ കയ്യിൽ നിന്ന് ആയുധം പോയാൽ അവരെ പിന്നെ ആക്രമിക്കാൻ പാടില്ല. യുദ്ധ നിയമ ആ നിയമം ലംഘിച്ചുകൊണ്ട് വടികൊണ്ട് അടിച്ച പയ്യനെ കൊല്ലുക. ആ കൊല്ലുമ്പോൾ നോക്കിയെന്നില്ലേ? കൃഷ്ണൻ മറുപടി വന്നില്ല. അവസാനമായി കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കർമ്മം കഴിഞ്ഞ് പോകുമ്പോൾ നിഷാദിന്റെ അമ്പ് കാലിനേറ്റ് മരണത്തെ പൊന്തുമ്പം ആ അമ്പ് വലിച്ചെടുത്ത് അദ്ദേഹം ആലോചിച്ചു പോലും, എൻ്റെ ജന്മം വൃഥാവിലായോ. മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന ആ കാവ്യം ഒരുപാട് കഥകളും ഉപകഥകളും എല്ലാം ചേർന്നതാണ്. പക്ഷേ ആ കഥയിൽ എവിടെയും ചതി എന്നാണ് പ്രധാനം. ഇവിടെ നന്മ സ്നേഹം എന്നാണ്. അതുകൊണ്ട് രാമായണം എന്ന കാവ്യം ഞാൻ തൽക്കാലം ഇവിടെ നിർത്താം. 1 മണിക്കൂറായി. ഇനി നമുക്ക് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് കാണ്ടം ഇത് നമുക്ക് എവിടെയെങ്കിലും സംസാരിക്കാം. മറ്റല്ലാതെ ഇത് രാമൻ്റെ കഥ നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്. ആ കഥയുടെ ഒരു ഭാഗം നമ്മളിവിടെ പറയുന്നുള്ളൂ. നമ്മുടെ നാടിൻ്റെ നന്മയുടെ ഏറ്റവും വലിയ ഭാഗമാണിത്. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാം ഒന്നാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധമാണ്. ആ ബോധം ഉണ്ടാക്കിയത് നമ്മളല്ല. ആ ബോധം ഉണ്ടാക്കിയത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. അത് ഏറ്റവും മുമ്പിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ രണ്ടുപേരും പ്രിയ സുഹൃത്തുക്കളാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയും? ഒരു പറ്റില്ല. ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ സാധാരണമായ പണ്ഡിറ്റുകളാണ്. രണ്ടുപേരും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. ചട്ടമ്പി സ്വാമികൾ തുടർന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി, കൊയ്കേരി മോഹൻലാൽ ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നന്മയുടെ ഭാഗമാണിത്. അതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നാവും. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. എല്ലാ വീടുകളിലും ഇപ്പൊ രാമായണം സന്ധ്യാനേരത്ത് വായിക്കുമ്പോൾ ആ വീടുകളിൽ അടുത്ത വീടുകൾ വായിക്കും. അതുകൊണ്ടാണ് ഹിന്ദു വീടുകൾ വായിക്കുമ്പോൾ മുസ്ലിം വീടുകൾ വായിക്കാൻ തീരുമാനിച്ചത്. ഹിന്ദു വീടുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മാത്രം സ്വകാര്യ സ്വത്തിലെ രാമായണം കിട്ടാൻ വെച്ചുകൊണ്ടാണ്. രാമായണം ഉണ്ടായത് ത്രേതായുഗത്തിലാണ്. ത്രേതായുഗത്തിൽ ഇവിടെ ഒരു മതവും പറഞ്ഞിട്ടില്ല. മതങ്ങൾ പലതും കൂടിയ 4500 വർഷം ഒരു മതത്തിന്റെയും സ്വകാര്യ സ്വത്തല്ല. ഇന്ത്യയുടെ ഭാരതത്തിന്റെ സകല മനുഷ്യരുടെയും സ്വകാര്യ സ്വത്താണ് രാമായണം. രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം ലോകത്തിന് മുമ്പിൽ ഇന്നും
ഒരു ഫോണിലേക്കാതെ തിളക്കത്തോടെ നിൽക്കുകയാണ്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. കാരണം എന്നെക്കാളും ഒരുപാട് ഗുരുബോധന്മാരായ ആളുകൾ, ഒരുപാട് അറിവുള്ള ആളുകൾ ഉള്ളപ്പം ഞാൻ അധിക പ്രസംഗം നടത്തിയത് തോന്നരുത്. മറ്റു ഭാഗങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം അല്ലേ? വിദേശ രാജ്യങ്ങൾ ഏതാണ്ട് 32 വിദേശ രാജ്യങ്ങൾ, എവിടെയൊക്കെ CBSE സ്കൂൾസ് ഉണ്ടോ, ഇന്ത്യയിൽ എവിടെയൊക്കെ, ലോകത്തിൽ എവിടെയൊക്കെ CBSE, കാരണം CBSE സ്കൂൾസ് നമ്മുടെ ഒരു പാർട്ട്ണറാണ്. CBSE സ്കൂൾസ് ഉള്ള ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം വന്നിരിക്കുന്ന 33 രാജ്യങ്ങൾ, ചെറുതുപോലെ ദുബായ് മുതൽ അമേരിക്ക, ലണ്ടൻ, അങ്ങനെ അവിടെയൊക്കെ നടക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, CBSE സ്കൂളിൽ പോകുന്ന പഞ്ചാബീസുണ്ട്, മറ്റ് രാജ്യത്ത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുണ്ട്. അവിടെയും വായനാ ദിനം ആചരിക്കുകയാണ്. CBSE നമ്മുടെ പാർട്ട്ണർ ആയതുകൊണ്ട് ഇന്ത്യയിലെ സ്കൂളുകളിലും വിദേശത്ത് നമ്മളുടെ ഇന്ത്യക്കാർ പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം CBSE സ്കൂളുണ്ട്. അവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ റീച്ച് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 2028 500 ദശലക്ഷം, ഏറ്റവും 500 കഴിയും, 500 ദശലക്ഷം ജനങ്ങളിൽ എത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിനൊക്കെ കൂടാൻ പറ്റും. 500 നമുക്ക് 600 ആവും. ഈ ലോകത്തിൽ 600 ആവും. അപ്പോൾ അതെല്ലാം ഒരു നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലായിടത്തും നമ്മുടെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ജില്ലാ കളക്ടർമാരെയാണ് ഗവൺമെൻറ് നിയമിച്ചിരിക്കുന്നത്. 788 ജില്ലാ കളക്ടർമാർ. ഇന്ത്യയിൽ 788 സംസ്ഥാനങ്ങളാണുള്ളത്. ഇന്ത്യയിലെ 788 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വായനാ ദിനം ഇന്ത്യയിൽ നടക്കുന്നു. ചീഫ് സെക്രട്ടറിമാർ ഓരോ ജില്ലയിലെ, ഓരോ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ ഓവറോൾ ചാർജ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിപുലമായ ഒരു ശൃംഖലയാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിരിക്കുന്നത്. നമുക്കിത് കൂടുതൽ ശക്തിപ്പെടുത്തണം. ശക്തിപ്പെടുത്തി നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമാണ് വായനാ സംസ്കാരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സംസ്കാരമാണ്. കേരളത്തിലാണ് ഗ്രന്ഥശാലകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം കേരളത്തിലാണ്. UP-യിലെ വെറും ഏറ്റവും പോപ്പുലസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ UP-യാണ്. UP-യിൽ കേവലം 75 ലൈബ്രറികളുള്ളൂ. 75. അത് സർക്കാരിൻ്റെ ഇതാണ്. തുറന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ് UP-യിൽ. അപ്പം UP-യെ പോലുള്ള എന്താ പറയുന്നത്, ബിഹാർ സ്റ്റേറ്റ്സ്, UP, ബിഹാർ, ഒറീസ, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ ഉള്ളതുപോലെ അവിടെയും വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. UP-ൽ പറയുന്നത്, അവിടുത്തെ സാക്ഷരത നിലവാരം പത്രത്തിൽ പറയുന്നത് 71, പക്ഷേ ആക്ച്വൽ 22 പോലും ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അവിടെയൊക്കെയാണ് കേരളം ഒക്കെ. അപ്പം കേരളത്തിൻ്റെ വായനാ സംസ്കാരം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട, അവരതിനെക്കുറിച്ച് പഠിക്കുന്നു. ഇപ്പോൾ കൊച്ചു കേരളത്തിൽ തുടങ്ങിയ DN പണിക്കർ 945 തുടങ്ങിയ വായനാ സംസ്കാരം ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ്. നടന്നു വരുന്ന സംഘസായനം പരിപാടി ഇന്നിവിടെ അവസാനിക്കാൻ. അശോകൻ നാടാല എന്നാണ്, മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ മിഷൻ്റെ ചെയർമാനാണ്. അപ്പം ബഹുമാന്യനായ പൊന്നൻ രവീന്ദ്രൻ സാർ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷയാവതരണമാണ് നടത്തിയത് രാമായണത്തെക്കുറിച്ച്. മായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇരട്ട് മായണമെന്നാണ്. അതായത് അറിവില്ലായ്മ പോയിട്ട് പ്രകാശം ഉണ്ടാകണം എന്നാണ് ആ വാക്കിൻ്റെ മീനിങ് തന്നെ. അങ്ങനെയാണ്. ഈ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങൾ. വിശിഷ്ടാദ്രി രാമായണത്തിനെ പറ്റി നമ്മളടുത്ത് അദ്ദേഹം സംസാരിച്ചു. അതാണ് ഇനി സദസ്സിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ട്.